ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നൊരു അടിപൊളി ഒരു ബിരിയാണിയാണ്, ഒരു ഫിഷ് ബിരിയാണിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, പറയുന്നത് പോലെ അല്ല കേട്ടോ, നല്ല രുചി തന്നെയാണ് കഴിക്കാൻ. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഈ വീഡിയോ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇനിയിപ്പം ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് അടിക്കണേ. അപ്പം നമുക്ക് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞാൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഒരു 1.5 കിലോയുടെ മീനാണ് എടുത്തിട്ടുള്ളത്. അത് മീൻ ശരിക്കും 3 കിലോയുടെ മീനായിരുന്നു. 3-3.5 കിലോയുടെ മീനാട്ടോ. അതിൻ്റെ മറ്റുള്ള തലയും ബാക്കി ഭാഗങ്ങളൊക്കെ വാൽ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നല്ല പീസ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ 1.5 കിലോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. അതിലോട്ട് ഞാനൊരു അത്രയും മീൻ മസാല തേച്ച് വെക്കാനായിട്ട് ഞാൻ 2-2.5 ടേബിൾ സ്പൂൺ ആദ്യം ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഓഫ് ഞാൻ ഓയിലും നെയ്യും പാടെ ചേർത്ത് വെച്ചത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി, അപ്പോഴും ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഞാൻ അതിലോട്ട് കുറച്ച് വെള്ളം പാടെ ആഡ് ചെയ്തിട്ടുണ്ട്, ആ മസാല ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ മസാല റെഡിയാക്കിയതിന് ശേഷം മീൻ ഇതാണ്. മീൻ ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്ത് തന്നത്. വലിയ മീൻ ആയതുകൊണ്ട് തന്നെ അതിന് മുറിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും മീൻകാരന് ഇങ്ങനെയാണ് കട്ട് ചെയ്ത് തന്നത്. അപ്പം നീളത്തിൽ കട്ട് ചെയ്ത മീൻ ഞാനിതാ നന്നായിട്ട് മസാല എല്ലാം തേച്ച് പിടിപ്പിക്കുകയാണ്. ഒത്തിരി കട്ടിയിൽ മസാല തേച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് ബിരിയാണിക്ക് പൊരിച്ചെടുക്കാനാണല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ ഒരു നേരിയ തോതിൽ ഒന്ന് മസാല തേച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഞാൻ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇനി കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അത് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാനിലോട്ട് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യും ഓയിലും പാടെ മിക്സ് ആക്കിയിട്ട് വേണം ബിരിയാണിക്ക് എടുക്കാൻ. കാരണം ഓയിൽ മാത്രമാകുമ്പം ആ ഒരു ഫ്ലേവർ നഷ്ടപ്പെട്ടു പോകും. അതിനാണ് നെയ്യ് ചേർക്കുന്നത്. നെയ്യിൻ്റെ ഫ്ലേവർ വരുമ്പോഴാണ് നല്ല അടിപൊളിയൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ വരും ബിരിയാണിക്ക്. അപ്പോൾ ഞാനിത് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ബിരിയാണിക്കുള്ള ഉള്ളി പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ 2 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ ബിരിയാണീൻ്റെ ഉള്ളി പൊരിച്ചെടുക്കാനാണ് കുറച്ച് തോന്നെ സമയം എടുക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ അതങ്ങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. എന്നിട്ട് ഇത് പൊരിയുന്ന ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കാമല്ലോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി തീ. എന്നിട്ട് നമ്മൾ ഉള്ളി പൊരിയാൻ വെക്കാം. എന്നിട്ട് ആ സമയം മതി ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുക. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കണം, ഉള്ളി കരിഞ്ഞു പോകരുത്. അതിൻ്റെ അടുത്ത് മാറി നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. അപ്പം നമ്മുടെ ഉള്ളി ഇത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തുകൊണ്ട് അതങ്ങ് കോരി മാറ്റി വെക്കാം. ഇനി ആ പാനിലോട്ട് തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും. അത് നമ്മളിങ്ങനെ ബിരിയാണി തിന്നുമ്പോൾ അതിങ്ങനെ കടിച്ചിരിക്കുമ്പോൾ അതും ടേസ്റ്റ് ആണല്ലോ. അപ്പം അണ്ടിപ്പരിപ്പ് ഒന്ന് ബ്രൗൺ കളറായി വന്ന സമയത്ത് ഞാൻ കുറച്ച് മുന്തിരിയും പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും കാഷ്യൂ ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കളറൊന്ന് മാറി കഴിഞ്ഞിട്ട് വേണം മുന്തിരി ഇടാൻ. അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ മുന്തിരിക്ക് അത്ര ഇല്ലല്ലോ, പെട്ടെന്ന് അത് കരിഞ്ഞു പോകുക. അപ്പം അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കോരിയെടുക്കണം. അപ്പോൾ രണ്ടും റെഡി ആയിട്ട് ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഉള്ളിയെല്ലാം പൊരിച്ചെടുത്ത ഓയിൽ തന്നെയാണ് ഞാൻ മീൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ആ മീനും അതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മീൻ പൊരിച്ചെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. എന്താ പറയുക, ഒരു ഹാഫ് വേവിൽ എടുത്താൽ മതി. അതിൻ്റെ ഒരു വശം ഒന്ന് നേരിയ തോതിലൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഒന്ന് മറിച്ചിടണം. ഒത്തിരി വേവിക്കരുത്, അപ്പം മീനിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. നമുക്കിത് ദമ്മിടുമ്പോൾ ഒന്നുകൂടെ വെന്ത് വരുമല്ലോ. അപ്പം ഇത്രയും മതി. അപ്പോൾ ഞാൻ ഒക്കെ മറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ മീൻ മറിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് മുറിഞ്ഞു പോകരുത്. മുറിഞ്ഞു പോകുമ്പോൾ നമുക്ക് ബിരിയാണിക്ക് മീനിങ്ങനെ ഫുള്ളായിട്ട് കാണാൻ കഴിയില്ല. കുറച്ച് മുറിച്ച പീസൊക്കെ ആയി മാറും. അപ്പം ഞാൻ ആ മീനൊക്കെ എടുത്ത് രണ്ടാമതും മീനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൽ മീൻ പൊരിക്കുമ്പോൾ തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഇടണം, നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ഫസ്റ്റിലിടാൻ മറന്നുപോയി. അപ്പോൾ രണ്ടാമതും മീൻ ഇടുമ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റിലേ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക, അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മീനുണ്ടായിരിക്കുക. അപ്പോൾ ഞാനിതാ കറിവേപ്പില ലൈറ്റായിട്ടാണെങ്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ 2 വശം ആയതിനു ശേഷം അതങ്ങ് കോരിയെടുക്കുക.
ഞാനിതാ മീനൊക്കെ ഹാഫ് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഈ മീൻ പൊരിച്ച ഓയിൽ തന്നെയാണ് ഞാൻ ബിരിയാണിയുടെ മസാല റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 4 മീഡിയം സൈസ് സവാളയാണ് എടുത്തത്. ഞാൻ ആ മീൻ പൊരിച്ച ഓയിൽ തന്നെയാണ് ഈ സവാളയും വഴറ്റിയെടുക്കുന്നത്. കാരണം ഞാൻ ആദ്യം തന്നെ കുറച്ച് ഏറെ ഓയിൽ എടുത്തപ്പം പറഞ്ഞല്ലോ, ഇത് ആണ് നമ്മൾ ബിരിയാണിക്ക് മൊത്തമായിട്ട് എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഓരോ ആവശ്യങ്ങൾക്കും നമ്മൾ അതിൽ നിന്ന് തന്നെ കുറച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് മീൻ പൊരിക്കാൻ ആ ഓയിൽ തന്നെ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ സവാള നന്നായിട്ട് അങ്ങ് വയന്ന് വരണം. അതിന് നമുക്ക് കുറച്ച് സമയം മൂടി വെച്ച് അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ആ വയന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്താ ചെയ്യുക, ചോറ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ചോറ് ഞാൻ കുറച്ച് മീൻ പൊരിച്ച ഓയിൽ കുറച്ച് മാറ്റി വെച്ചിരുന്നു. അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിരിയാണിയുടെ റൈസ് റെഡിയാക്കി എടുക്കാൻ. ഞാൻ നെയ്ച്ചോറാക്കിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഓയിൽ അത് ഒഴിച്ച് കൊടുത്തു, 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സ്പൈസസ് ഒക്കെ ചേർക്കാം. ആദ്യം തന്നെ ചെറിയൊരു കഷ്ണം പട്ടയാണ് ചേർത്തത്. പിന്നീട് അതിലോട്ട് ഒരു 5 കറാമ്പൂവാണ് അത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 ഏലക്കായും ചേർത്തിട്ടുണ്ട്. ഇത് ചെറിയ ഏലക്കായ ആയതുകൊണ്ടാണ് അത്രയും ചേർത്തത്. അല്ലെങ്കിൽ ഒരു 4 മതിയാവും. പിന്നെ 2 ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരാം. ഇത് ഓയിൽ ചൂടാവുമ്പോൾ ഈ ഇട്ട സ്പൈസസ് ഒക്കെ ഒന്ന് പൊട്ടുന്ന സൗണ്ട് കേൾക്കും. അപ്പോൾ അതിൻ്റെ ശേഷം അതങ്ങ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർക്കാം. ഞാൻ ഒരു സവാളയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് സവാളയും കൂടെ ഇട്ടതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടുണ്ട് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നല്ലൊരു സ്മെല്ലായിട്ട് വരുന്നത്, കാരണം നമ്മുടെ മീൻ പൊരിച്ച ഓയിലൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ വരുന്നുണ്ട്. ഇനി ഞാൻ അതിലോട്ട് വെള്ളം ചേർക്കാണ്. ഞാൻ 3 ഗ്ലാസ് റൈസാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ 5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. 6 ഗ്ലാസ് എടുക്കുന്നില്ല, കാരണം നമ്മൾ പിന്നെ ദം ഇടുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് അങ്ങനെ വെന്ത് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് 5 ഗ്ലാസ് ബിരിയാണിക്ക് കറക്റ്റ് ആയിരിക്കും. പിന്നെ ആ വെള്ളത്തിലോട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് അതങ്ങ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് തിളയ്ക്കുന്ന സമയം നമ്മുടെ മസാല സവാള എല്ലാം നേരത്തെ വഴറ്റാൻ വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. മീൻ ബിരിയാണിക്ക് സവാള ഒക്കെ നന്നായിട്ട് വഴന്ന് കിട്ടുന്നതായിട്ട് ടേസ്റ്റ്. നല്ല അതിങ്ങനെ ഒതുങ്ങി നിൽക്കണം, അപ്പോഴാണ് ആ രുചി കിട്ടുക മസാലയ്ക്ക്. ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കുകയാണ്. അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും, അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പച്ചമുളക് ഞാനൊരു 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെയാണ്. എരിവ് അനുസരിച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ മീൻ പൊരിച്ചപ്പോൾ അതിലും കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ പച്ചമുളകിൻ്റെ അളവ് അനുസരിച്ച് ചേർത്താൽ മതിയെ, എരിവ് നോക്കിയിട്ടിട്ടാൽ മതി. അപ്പം ഞാനിതാ കുറച്ച് പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ചെല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചോറുണ്ടാക്കുമ്പോൾ ആവശ്യമുണ്ട്. ഇനി ഇതിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചക്കുത്ത് പോകാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് അതിലിട്ടുകൊണ്ടൊന്ന് വഴറ്റിയെടുക്കണം. അതെല്ലാം നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി നല്ല നേരിയതായിട്ട് കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് തക്കാളി മാറ്റി വെക്കുന്നുണ്ട്, ചോറുണ്ടാക്കുമ്പോൾ നമുക്കത് ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ച് തക്കാളി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. തക്കാളിയും പാടെ ഇട്ടതിന് ശേഷം നമ്മളിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു കുറച്ച് സമയം മൂടി വെച്ച് വേവിക്കണം. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരാനാണ്. അപ്പോൾ അതാ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ നെയ്ച്ചോറുള്ള, അത് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ അരി ചേർക്കാണ്. അരി ഞാൻ കയമ്മ ആണ് അരി എടുത്തത്, ജീരകശാല എന്നൊക്കെ പറഞ്ഞ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ 1.5 കിലോ മീനാണല്ലോ എടുത്തത്. അതിലോട്ട് ഞാൻ 1.5 കിലോ അരി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അരി നേരത്തെ കഴുകി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അരി അപ്പം തന്നെ കഴുകിയിട്ടിട്ടാൽ മതി. കാരണം ഒത്തിരി വേവൊന്നുമില്ലല്ലോ ഈ അരിക്ക്. അപ്പോൾ അരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പച്ചമസാല ഉണ്ടല്ലോ, തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ, അതൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിൽ സത്യം പറയുകയാണെങ്കിൽ മറന്നുപോയി ഫസ്റ്റിലിടാൻ. വീഡിയോ എടുക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ ആക്കുമ്പോൾ മറന്നുപോയതാണ്. പിന്നെ ഞാൻ കുറച്ചൊന്ന് അതൊന്ന് തിളച്ച് വന്നപ്പോഴാണ് ഓർമ്മ ആയത്. അന്നേരം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരിത്തിരി തക്കാളിയും, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ഇഞ്ചിയും, അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊക്കെ ചേർത്തതിന് ശേഷം എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം.
ഇതിലെ വെള്ളം അങ്ങ് വറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്യാസ് അങ്ങട് ഓഫ് ചെയ്യണേ. പിന്നെ ആ നേരെ ചൂടിൽ അങ്ങ് വെന്തോളും. പിന്നെയും നമ്മൾ വെള്ളം വറ്റി അപ്പം തന്നെ ഓഫ് ആക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും റൈസ്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ആ മസാലയോട്ട് നമ്മൾ ഇതാ 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ആ മസാലപ്പൊടിയുടെ ആ പച്ചമണമൊക്കെ മാറാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി ചേർക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ കുറച്ച് ഉള്ളിയെല്ലാം പൊരിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു പിടി ഉള്ളി എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ പൊരിച്ച ഉള്ളിയാണ്, പൊരിച്ച ഉള്ളി എടുത്തിട്ട് കുറച്ച് ഈ മസാലയുടെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആ മസാലയ്ക്ക് ഉണ്ടാവുക. എന്നിട്ട് അതിലോട്ട് ഞാനിതാ ഒരു വലിയ ലെമണ് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് കുരു കുടുങ്ങാണ്ട് ശ്രദ്ധിക്കണം. ഞാൻ എടുക്കുന്ന തൈരിന് വലിയ പുളിയില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വലിയൊരു ലെമൺ എടുത്തത്, അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് ലെമൺ മതി. ഇനി ഞാൻ അതിലോട്ട് ഇതാ മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടുന്ന സംഭവമാണ്, അപ്പോൾ അതെന്തായാലും ചേർക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് തൈര് ചേർക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് തൈരും പാട് ചേർത്തതിന് ശേഷം അതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക, എരിവ് ഇല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ദം ഇടലാണ്. അപ്പം ഞാൻ അതിലോട്ട് മസാല ദം ഇടാനുള്ള പാത്രത്തിലേക്ക് മസാല മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെയായിട്ട് നമ്മുടെ മീൻ വെച്ച് കൊടുക്കലാണ്. അപ്പം മീൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, പൊട്ടാണ്ട് വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ അതിങ്ങനെ ഇളക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഓരോ മീനും അങ്ങനെ ശ്രദ്ധിച്ച് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഒരു സെറ്റ് മീൻ വെച്ചതിന് ശേഷം അതിൻ്റെ മേലോട്ട് ബാക്കി മാറ്റി വെച്ച മസാല ഉണ്ടല്ലോ, അത് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ വീണ്ടും കുറച്ച് മീനും പാടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മീനിൻ്റെ മേലെ എല്ലാം കൂടെ മസാല എത്തിപ്പെടണം. ആ രീതിയിൽ വേണം നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകും ഈ സമയത്ത്. അപ്പോൾ അതാ എല്ലാ മീനിൻ്റെ മേലെ ഞാൻ മസാലയൊക്കെ നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇടുമ്പോൾ ഫസ്റ്റ് കുറച്ച് ചോറിട്ട് കൊടുക്കുക, പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും നമ്മൾ നേരത്തെ ചേർത്ത് വെച്ചിട്ടുള്ള പൊരിച്ച ഉള്ളിയും, പിന്നെ ഉള്ളിയുടെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ പൊരിച്ച് വെച്ചു, അതെല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം അതും കുറച്ചിട്ട് കൊടുക്കുന്നു. പിന്നെ കുറച്ച് ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും അടുത്ത ലെയർ ചോറിടുക. പിന്നെ കുറച്ച് ഇതുപോലെ തന്നെ മല്ലിയിലയും ഈ പൊരിച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും അതും ചേർത്ത് കൊടുക്കുക. കുറച്ച് ബിരിയാണി മസാല ഇടാം. അതൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ നെയ്യും പാടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ഫോയിൽ പേപ്പർ വെച്ചിങ്ങാണ്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ വെയിറ്റുള്ള മൂടി എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് ഒരു 1/2 മണിക്കൂർ ദമ്മിലിട്ട് കിടക്കട്ടോ. ഈ ദമ്മിലിടുമ്പോഴാണ് നമ്മുടെ ബിരിയാണി അത് കിടക്കുമ്പോഴാണ് അടിയിൽ നിന്ന് ഫ്ലേവർ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പം അത്രയും സമയം നമ്മൾ ദമ്മിലിടണം. ഒരു 10 മിനിറ്റ് ഒന്നും ദമ്മിട്ട് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ദമ്മിലിടുമ്പോൾ കുറച്ചേറെ, ഇനിയിപ്പോൾ അരമണിക്കൂറല്ല, അതിൽ കൂടുതൽ ഇട്ടാലും 3/4 മണിക്കൂർ ഇട്ടാലും എത്രത്തോളം ദമ്മിലിടുമ്പോൾ അത്രത്തോളം നമ്മുടെ ബിരിയാണിക്ക് ടേസ്റ്റ് വരാ ചെയ്യുക. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പം ഞാനിതാ ഒരു അരമണിക്കൂറിലേറെ ദമ്മിലിട്ടിട്ടുണ്ട്. ഫോയിൽ പേപ്പർ വെച്ചുകൊണ്ട് നല്ല ടൈറ്റാക്കി കവർ ചെയ്യണേ, അതിൻ്റെ എയറൊന്നും പുറത്തോട്ട് പോവരുത്. അപ്പം ഞാനിതാ ദമ്മ് പൊട്ടിക്കുകയാണ്. ദമ്മ് പൊട്ടിക്കുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറാണ്, ശരിക്കും നല്ല ടേസ്റ്റിയാണ് ബിരിയാണി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം ഒന്ന് അറിയിക്കാം. അപ്പോൾ അതാ നല്ല അടിപൊളി ബിരിയാണി, ടേസ്റ്റി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ റൈസ് ഒന്നും ഒട്ടി നിൽക്കണില്ല, എല്ലാം വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് റൈസൊക്കെ. അപ്പോൾ ഞാനിനി ഇത് റൈസ് വേറെ അതിൻ്റെ മസാല വേറെ ആക്കി എടുക്കുകയാണ്. അപ്പം ശ്രദ്ധിക്കണം, മീൻ പൊട്ടിപ്പോകരുത്. അത് സൂപ്പർ ആയിട്ടുണ്ട് നമ്മുടെ ബിരിയാണി. പിന്നെ ഒരു കാര്യം കൂടെ, ദമ്മിടുമ്പോൾ നമ്മൾ അടിയിൽ ഒരു തട്ട് നീ വെച്ച് കൊടുക്കണം നല്ലതാ കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഒട്ടും അടിയിൽ പിടിക്കില്ല കേട്ടോ. ഇതാ ഞാൻ മസാല നോക്കുമ്പോൾ അതാ ഒട്ടും അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല. ഫിഷെല്ലാം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. മസാല ഒന്നും ഒട്ടും അടി പിടിച്ചിട്ടില്ല. കാരണം ഫിഷ് നമ്മൾ ഓൾറെഡി വെന്ത ഫിഷ്, പൊരിച്ചെടുത്ത ഫിഷ് ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അതുകൊണ്ട് എപ്പോഴും ദമ്മിടുമ്പോൾ
ചെയ്യുമ്പോൾ അടിയിൽ ഒരു തട്ട് വെച്ചിട്ട് ദമ്മിടാം. അപ്പോൾ ദാ എൻ്റെ തൊട്ടും അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാനിത് അതിലെല്ലാം നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.